ഹലോ ചങ്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മാളക്കാർ റഹിമ കൊച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൃഷ്ണൻകോട്ട ക്രിസ്തുരാജ ദേവാലയത്തിന് മുമ്പിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പെരുന്നാളിൻ്റെ ഒരു ആഘോഷമാണ്, അടിപൊളി. അപ്പോൾ നമ്മുടെ ഒരു പ്രിയപ്പെട്ടൊരു ചങ്ക്, അവർക്കൊരു ടീമാണ്, ചങ്കിൻ്റെ ടീമാണ് ഇവിടെ ഗാനമേളയ്ക്ക് വന്നേക്കണേ. അപ്പോൾ എൻ്റെ ചങ്കിനെ ഞാൻ ആദ്യമായിട്ട് കാണാൻ വേണ്ടി കൂടിയിട്ടാണ് ഇവിടെ വന്നേക്കണത്. അപ്പോൾ ഇന്ന് ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ കാണാൻ തീരുമാനിച്ചു. അപ്പോൾ ചങ്കിനെ കാണാനും നമ്മുടെ ഗാനമേള പള്ളി എല്ലാം കൂടി കണ്ടുപോകാമെന്ന് വെച്ചിട്ട് ഞാൻ വന്നതാണ്. ഞാനുണ്ട്, കിച്ചുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഗാനമേളാണ് തോന്നുന്നത്. സൗണ്ടൊക്കെ അടിപൊളി സൗണ്ട് സിസ്റ്റം, പള്ളിയൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. പള്ളി ഇപ്പോൾ പുതുക്കി പണിതാണ്, ചെറുതായിട്ടൊന്ന് പുതുക്കി പണിതിട്ടുണ്ട് പള്ളി. അപ്പോൾ നമ്മുടെ ഈ പള്ളി നമ്മുടെ മാളയിൽ നിന്ന് കൊടുങ്ങല്ലൂർക്ക് പോണ വഴി കൃഷ്ണൻകോട്ട വളവിൽ തന്നെയാണ് കേട്ടോ ഈ പള്ളിയുള്ളത്. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ നോക്കുമ്പോൾ കുറേ ഐസ്ക്രീം കടയ്ക്ക് ഇന്നിട്ട് ചങ്കളെ, പക്ഷേ ഈ കിച്ചു എനിക്ക് ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചു തരുന്നില്ല. ഞാൻ കുറേ നേരം എന്നോട് ഐസ്ക്രീം ചോദിക്കണം. അപ്പോൾ ഡയറ്റ് എടുത്തേക്കണതല്ലേ ഐസ്ക്രീം തിന്നണ്ടെന്ന് പറയണേ. പിന്നെ മക്കളെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, ഞങ്ങൾ രണ്ടിനും മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കുരങ്ങൻ എനിക്കൊന്നും വാങ്ങിച്ചു തരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ചങ്കകളെ. അപ്പോൾ എൻ്റെ ചങ്കിനെ കണ്ടു. ചങ്കെന്ന് വെച്ചാൽ ഞങ്ങൾ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. അയ്യോടാ അവൻ്റെ പേര് മറന്നു കിച്ചു. സോറി ചങ്കളെ, ചങ്കിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാവേ. സത്യം പറയാലോ, ഞാൻ പേര് പെട്ടെന്ന് മറന്നു കേട്ടോ, സോറി കേട്ടോ. അപ്പോൾ ഇവിടെയാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കാണാം സനിത്ത് എം ശങ്കർ. അപ്പോൾ അതാണ് ചങ്കിൻ്റെ പേര്. ബെസ്റ്റ് ഓഫ് തൃശ്ശൂർ. ഇവിടെ വോയിസ് ഓഫ് അല്ല ബെസ്റ്റ് ഓഫ് തൃശ്ശൂർ അല്ല, ബെസ്റ്റ് ഓഫ് തൃശ്ശൂർ അല്ലേ? ബീറ്റ്സ് ഓഫ് തൃശ്ശൂർ. സോറി ചങ്കൾ, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ പാടുണ്ടല്ലോ കേട്ടോ. ഇവിടെ ഇരുട്ടായതുകൊണ്ട് കണ്ണാണാൻ പറ്റുന്നില്ല. ബീറ്റ്സ് ഓഫ് തൃശ്ശൂർ എന്നാണ് ഇവർക്കടെ ഗാനമേള ട്രൂപ്പിൻ്റെ പേര്. നല്ല അടിപൊളി സൗണ്ട് സെറ്റിങ്സൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവർക്കടെ നമ്പറൊക്കെ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോ, അടിപൊളി പ്രോഗ്രാമായിരിക്കും. അപ്പോൾ ഓക്കെ ചങ്കളെ, എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ സൺഡേ വിശേഷം ഇതാണ്. അപ്പോൾ ഞാനും കിച്ചും കുറച്ച് നേരം ഈ പാട്ടൊക്കെ കണ്ട് എൻ്റെ ചങ്കിനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകും. അപ്പോൾ എന്താ പറയുക, പെരുന്നാൾ അമ്പലങ്ങൾ ഉത്സവങ്ങൾ, പെരുന്നാൾ ചെണ്ടക്കോല എവിടെ ഉണ്ടോ അവിടെ റഹീമ കൊച്ചുണ്ടാവല്ലേ കിച്ച്, അവിടെ ഞങ്ങളുണ്ടാവട്ടെ. ഞങ്ങൾക്ക് ഇതൊരു രസമാണ്, ഇങ്ങനെ ഒരു അടിപൊളിയല്ലേ ഇങ്ങനെ പെരുന്നാൾ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോയി കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. പെരുന്നാൾ ഉത്സവങ്ങൾ ഇനിയിപ്പോൾ ഇതേ വരുന്നത് ഞങ്ങൾക്ക് എന്നിട്ടാ നമ്മുടെ ഐരാണിക്കുളം അമ്പലത്തിൽ ഉത്സവം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കുഴൂർ അമ്പലത്തിൽ ഉത്സവം വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ എന്താ പറയുക അമ്പെരുന്നാൾ വരുന്നുണ്ട് ജനുവരിയിൽ. അങ്ങനെ കുറേ പരിപാടികളൊക്കെ വരാൻ കിടക്കണ്. അപ്പോൾ എല്ലാ വിശേഷങ്ങളും എൻ്റെ പ്രിയപ്പെട്ട ചങ്കൾ ഞാൻ കാണിക്കണതായിരിക്കും കേട്ടോ. കാരണം നിങ്ങളില്ലാത്ത എന്താഘോഷം റഹീമ കൊച്ചിനുള്ളത്. അപ്പോൾ ഓക്കെ ചങ്കൾ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരും ടാറ്റ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇന്നത്തേക്ക് വിട പറയുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വട്ടം നമുക്ക് കാണാം. ഓക്കെ ചങ്കളെ, അപ്പോൾ ടാറ്റ ബൈ ബൈ, ഹാപ്പി ആയിട്ടിരിക്കണേ. പിന്നെ ഒരു കാര്യം കേട്ടോ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചങ്കളെ, മറക്കരുത് കേട്ടോ. അപ്പോൾ എന്താണ്, ഓക്കെ പോട്ടെ എന്നാ, ഓക്കെ ടാറ്റാ. അപ്പോൾ ചങ്കളെ, ഇത് നമ്മുടെ ഗാനമേള ട്രൂപ്പിൻ്റെ പേരും പിന്നെ അവരുടെ ഫോൺ നമ്പറാണ് കേട്ടോ ഞാനിപ്പോൾ കൊടുത്തത്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമിന് വേണമെങ്കിൽ ഇവരെ വിളിച്ചോട്ടോ. നല്ല അടിപൊളി പ്രോഗ്രാമാണ്. നമ്മളത് കേട്ടത് കൊണ്ടാണ്, അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. പിന്നെന്താ, ഇവിടെ ഗാനമേള ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കോപ്പിറൈറ്റ് വരും. അതാണ് പിന്നെ ആരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പള്ളിയൊക്കെ നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ചങ്കള. എനിക്കത് എത്ര പറഞ്ഞിട്ടും എത്ര കണ്ടിട്ടും കൊതി മാറുന്നില്ല. കാരണം വേറെ നല്ല ഒരു നല്ല രസം കാണാനായിട്ട് കേട്ടോ. ഇവിടുന്ന് പോകാനേ തോന്നണില്ല. വീട്ടിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ എൻ്റെ മക്കൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അമ്മച്ചി പോയ വഴി പോയാന്ന് പറഞ്ഞുകൊണ്ട്. കാരണം അവളുമാരെ കൊണ്ടുവരാണ്ടല്ല വന്നത്. അപ്പോൾ അവളുമാർക്ക് ഭയങ്കര വിഷമമായിട്ടിരിക്കുകയാണ്. ഇന്ന് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് നല്ല ഇടി ഉറപ്പാണ് എൻ്റെ ചങ്കള. അപ്പോൾ ഇതുവരെ എനിക്ക് ആരും ഐസ്ക്രീമൊന്നും വാങ്ങിച്ച് തന്നില്ല. ഞാൻ അവിടെ നോക്കുമ്പോൾ നമ്മുടെ പരിചയക്കാരൊന്നും ആരും കാണുന്നില്ല. ഇവനെന്തായാലും വാങ്ങിത്തരണ മട്ടൊന്നും ഇല്ല എൻ്റെ പൊന്നു ചങ്കള. അപ്പോൾ പള്ളിയുടെ ഉൾവശമൊക്കെ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അവിടെ നേർച്ചിരുന്ന സ്ഥലം കേട്ടോ. അപ്പം എൻ്റെ എല്ലാ ചങ്കുകൾക്കും നമ്മുടെ ഈശോയുടെ എല്ലാവിധ അനുഗ്രഹവും എല്ലാവിധ സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ചങ്കുകളെ. അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ.